അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഡേറ്റ്സ് ഹൽവയാണ്. അതും വെറും 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല പഴുത്ത മധുരമുള്ള ഈന്തപ്പഴമാണ്, 20 എണ്ണം. ഇനി വേണ്ടത് കുറച്ച് നട്ട്സാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂസും ബദാമും പിസ്താഷ്യൂസുമാണ്. ഈന്തപ്പഴം ഒന്ന് കുതിർക്കാനായിട്ട് 1 കപ്പ് തിളച്ച വെള്ളം വേണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് അലിയിച്ച് കൊടുക്കാം, നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈന്തപ്പഴമൊക്കെ നന്നായിട്ട് ഞാനിവിടെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3/4 ഗ്ലാസ് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളവും 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും വേണം. ഇനി കോൺഫ്ലവർ വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നാല് ടേബിൾ സ്പൂണോളം നെയ്യ് വേണം. കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ നട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കളറൊന്ന് മാറുന്ന വരെ ഫ്രൈ ആക്കുക. നട്ട്സ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറും വെള്ളവും കൂടെയുള്ള മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ അതിൻ്റെ ടെക്സ്ചർ? ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾക്ക് വേണ്ടത്. നല്ല ഗ്ലോസി ആയിട്ടിരിക്കും, നന്നായിട്ട് നല്ല തിക്കായിട്ട് വരും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്താ ഒരു കണ്ടെയ്നർ കുറച്ച് നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ്ചർ ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സ്പൂണിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയില്ല കേട്ടോ, നമ്മളുടെ നോർമൽ ഹൽവ പോലെയല്ല. കാര്യം നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ ഇതിലേക്ക്. ഈന്തപ്പഴവും ആകെ ചേർക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാത്രമാണ്. ഇതിലേക്ക് വൈറ്റ് സെസ്മേ സീഡ്സ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ള കളറിലെ എള്ളാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഓപ്ഷണലാണ് കേട്ടോ. ഇതിൽ കുറച്ച് നട്ട്സ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല മുറിച്ചുള്ള കത്തി എടുത്തിട്ട് കട്ട് ചെയ്യാം. കണ്ടില്ലേ വളരെ സോഫ്റ്റാണ്. നമുക്ക് ആ കത്തി വെച്ചിട്ടൊന്ന് തൊടുമ്പോൾ തന്നെ നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ വളരെ സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റാണ്. നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ്. എല്ലാവരും ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ഡേറ്റ്സ് ഹൽവ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ്. കണ്ടില്ലേ നല്ല ടെക്സ്ചറാണ് ഇതിന് കിട്ടിയേക്കുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ്. ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നിങ്ങൾ ഷുവറായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.